ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ വായിലിരുന്ന് സംസാരിക്കണ്ട. നരോദയപ്പെട്ട കൂട്ടക്കൊല ഈ ഗുജറാത്ത് വംശഹത്യ ഇതൊക്കെ നടന്ന സമിതിയല്ലേ? ഒരു ഭാഗത്ത് നടന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യം, മറ്റേതാണെങ്കിൽ പ്രശ്നമില്ല. കാക്കറെ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ ഈ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ. നിങ്ങൾക്ക് കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ മിണ്ടൂല. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് കാശ്മീരി പണ്ഡിറ്റുകളെ പറ്റി ചോദിച്ചതില്ല. നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺവേയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം സാറേ. നിങ്ങൾ പത്രം പോലും വായിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. അരിഹാരം കഴിക്കുന്നവർക്കും പത്തിരി കഴിക്കുന്നവർക്കും മനസ്സിലാകും കേട്ടോ. നിങ്ങൾക്ക് മിണ്ടാനുള്ള തന്റേടമല്ലേ ഷാക്കിറെ? നിങ്ങളുടെ തൊലി ഇളകുന്നതാണ് പ്രേക്ഷകർ ലൈവിൽ കാണുന്നത്. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? ഈ ചർച്ച തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇപ്പൊ ആൾക്കാർ കാണുക. നിങ്ങൾ അങ്ങയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് സിനിമയായിട്ട് കണ്ടോ? കാശ്മീർ സിനിമയായിട്ട് കണ്ടോ? കാശ്മീർ എക്സ്പ്രസ് ഈ വെച്ചത് നരോദയപ്പെട്ട കൂട്ടക്കൊല ഈ ഗുജറാത്ത് വംശഹത്യ ഇതൊക്കെ നടന്ന സമിതിയല്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. ഈ ബജറംഗി എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ജയിലിലാണ്, കൂടുതൽ സമയത്ത് പരോളിലാണ്. ആര് പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നതാണോ? ആക്ച്വലി എന്താണ് പറയണമെന്ന് മനസ്സിലായില്ല. കേരളത്തിൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷാക്കിറിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പറയില്ല, അവൻ പറയില്ല. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഉത്തരം പറയോ? നിങ്ങളൊരു ഉത്തരം തരുമോ? അല്ല, ഞാൻ സമ്മതിച്ചു. അങ്ങനെ പറയരുത്. ഗുജറാത്ത് കലാപം ബജറംഗി എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. തെറ്റാണ്, സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കാത്ത എന്തിനാ എന്നോട് ചോദിക്കുന്നത്? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. അതെന്ത് പരിപാടിയാണ് ഷാക്കിറെ? മുതലാളി അതെന്ത് പരിപാടിയാണ് മുതലാളി? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് ഓടിക്കുന്ന എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഉരുണ്ട് കളിക്കാൻ നോക്കിയാ നിന്റെ കൈ രണ്ടും തല്ലി ചതയ്ക്കും. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇവരെല്ലാം ഉണ്ട്. അതേ പറഞ്ഞിട്ടുള്ളൂ. ആ സിനിമയാണ് ഞാൻ ചോദിച്ചത്. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത്. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? നിങ്ങളുടെ ഷാക്കിറിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത്. കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാശ്മീരി എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഇതിന് മാത്രം സാർ, ഇവന്റെ അടുത്ത് ഇങ്ങനൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് വിശദമായിട്ടൊന്നും ചോദിക്കട്ടെ. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം കേട്ടോ. അരിഹാരം കഴിക്കുന്നവർക്കും പത്തിരി കഴിക്കുന്നവർക്കും മനസ്സിലാകും കേട്ടോ. ഇതുപോലെ ഒത്തിരി എണ്ണത്തിനെ കണ്ടിട്ടുള്ളവനാ ഞാൻ. മറ്റു സിനിമകളിൽ വെട്ടുണ്ടായിട്ടുണ്ടോ? മറ്റു സിനിമകളിൽ ഏതെങ്കിലും രംഗങ്ങൾ മാറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ ഈ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. എന്റെ ചോദ്യത്തിലുള്ളൂ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസിനെ പറ്റി കമാൻ അക്ഷരം പറയാത്തവനൊക്കെ എന്തിനാണ് കേരള സ്റ്റോറിയെ പറ്റി പറയുന്നത്? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എന്തിനാണ് ബാബു ബജറംഗിയെ പറ്റി പറയുന്നത്? ഒരു ഭാഗത്ത് നടന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യം, മറ്റേതാണെങ്കിൽ പ്രശ്നമില്ല. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും. ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നടന്നു തന്നെ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കായിരിക്കും, എന്നാൽ ഇത് മാത്രം നടക്കില്ല. 2000 ആളുകൾ കൊന്ന ഗുജറാത്ത് കലാപം കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ശ്രീജിത്ത് പണിക്കർക്ക് വളരെ നിസ്സാര കാര്യമാണ്. നിങ്ങൾ എന്റെ വായിലിരുന്ന് സംസാരിക്കണ്ട. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ? ഗുജറാത്ത് കലാപം റിയാലിറ്റി ആണ് എന്നും ബാബു ബജറംഗി അതിലെ വില്ലനാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. അയ്യേ, ചമ്മിപ്പോയേ. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് ചോദിച്ചതില്ല. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? നിങ്ങൾക്ക് മിണ്ടാനുള്ള തന്റേടമല്ലേ ഷാക്കിറെ? നിങ്ങൾക്ക് ചരിത്രത്തിനെ പറ്റി നുണ പറയാനുള്ള തന്റേടമാണ്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇപ്പൊ ആൾക്കാർ കാണുക. എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ. ഞാൻ 5 മിനിറ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? കാശ്മീരി എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? കാശ്മീരി എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് പറയുന്നു.
പറയൂ. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? ഷാക്കിറെ, ഞാൻ മറുപടി പറ ഷാക്കിറെ. ഷാക്കിറെ, നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ് ഷാക്കിറെ. നിങ്ങളുടെ തൊലി ലൈവിൽ ഉരിയുകയാണ് ഷാക്കിറെ. ഒരു ഒറ്റ ഷാക്കിറെ, നിങ്ങളുടെ തൊലി ഡയലോഗ് ലൈവിൽ മാത്രമേ ഉരിയുന്നതാണ് അതിനുള്ളൂ. ന്യൂസ് 18 ഞാൻ പ്രേക്ഷകർ അത്രേ കാണുന്നത്. പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ തൊലി ഇളകുന്നതാണ് പ്രേക്ഷകർ ലൈവിൽ കാണുന്നത്. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? കൂട്ടക്കൊല നിങ്ങൾക്ക് നിസ്സാരമാണ്. ഉരുളുവാണ് സാർ ഇവൻ, ഉരുളുവാ. നോക്കൂ, നിങ്ങൾ എവിടെയൊക്കെ വരുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ബജ്രംഗി പറഞ്ഞേട്ടാ. അങ്ങനെ ഒരു പേര് പരാമർശിച്ചതിന് ബജ്രംഗി ഇല്ലനാണ് എന്നും ബജ്രംഗി കള്ളനാണെന്നും 5 മിനിറ്റ് പറഞ്ഞേട്ടാ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന റിമൂവ് ചെയ്യണം. അയാളെ ലൈഫ് ടൈം ഇംപ്രസ്മെന്റ് ശിക്ഷിച്ചേട്ടാ. ഇനി അടുത്തത് പറ. ഞാനത് സമ്മതിച്ചാലും വില്ലനാണ്. പുറത്താണ് കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നിങ്ങൾ സമ്മതിക്കുന്നോ? അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു ഈ പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ. അതാണ് പുള്ളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ കേരള സ്റ്റോറിയുടെ കഥ മുഖ്യമന്ത്രി പല പിണറായി സമയങ്ങളിൽ വിജയൻ പുറത്താണ്. സഭയിൽ വായിച്ച റിയൽ ഇൻസിഡന്റ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നോ? പിന്നീട് അദ്ദേഹം വിളിച്ചെന്നോട് മാപ്പ് പറഞ്ഞല്ലോ, അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. നിങ്ങളുടെ MLA, നിങ്ങളുടെ UDF-ലെ PT തോമസിനോട് പറഞ്ഞതാ. അപ്പൊ അതിലെന്താ കാശ്മീരി തെറ്റ്? നിന്റെ അതിലെന്താ തെറ്റ്? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ കമാന്ന് മിണ്ടൂല. സൈസാറിന്റെ പുരുഷൻ മനസ്സിലാക്കണം. മനസ്സിലായി. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ തള്ളി പറയാൻ ധൈര്യമില്ല. ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? നിങ്ങൾക്ക് കേരള സ്റ്റോറി നിങ്ങളുടെ MLA-യോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പറ്റി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ല. പിന്നെ എന്തിനാണ് സാറേ ഈ വൺ ഡയറക്ഷനിലായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്നത്? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ആണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം സാറേ. പിന്നെ സ്വന്തം കാര്യം വന്നപ്പോ എന്തിനാ ഒരു മുടന്തൻ ന്യായം? എല്ലാവർക്കും വേണം സാറേ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും സിനിമയെ സിനിമയായി കാണണമെന്ന നിലപാടിന്റെ കാര്യത്തിലും ഇരട്ടത്താപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ചർച്ച അവസാനിപ്പിക്കുകയാണ് ഞാൻ. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഒറ്റ ചോദ്യം. അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. ആ 32,000 എന്നുള്ള പരാമർശം നീക്കം ചെയ്തോ? നിങ്ങൾ ന്യൂസ് നോക്കൂ. നിങ്ങൾ പത്രം പോലും വായിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. പത്രം വായിക്കണ ചക്ക. നിങ്ങൾ ന്യൂസ് നോക്കൂ. അതിന്റെ പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? അതിന്റെ പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? എന്താണ് ചേട്ടാ? എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് എന്താണ് ചേട്ടാ? ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. ഞാൻ ഇത്രയും സമ്മതിച്ചല്ലോ. കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. നിങ്ങൾ ഈ ചർച്ച തീരാനുള്ള സമയം വരെയും നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. ഇല്ല അവനോടൊന്നും ചോദിച്ചു വിഷമിപ്പിക്കണ്ട. കുറ്റബോധം കൊണ്ട് സമ്മതം തെറ്റാറായി നിൽക്കുക അവൻ. നിങ്ങൾക്ക് കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ മിണ്ടൂല. നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് ചരിത്രബോധമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പൊന്നു ഷാക്കിർ മുതലാളി, ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന്. അത് ഹൈവേ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം. നിങ്ങൾക്ക് വണ്ടി ഒരു സ്ഥലത്തിലേക്കേ പോവുള്ളൂ. നിങ്ങൾ മറ്റേ സ്ഥലത്ത് ബാരിക്കേഡ് വെച്ചിരിക്കുക. ഷാക്കിറെ, കഷ്ടമാണ് ഷാക്കിറെ. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം?